നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. വിതരണം പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. 35 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു പട്ടികയിൽ നിന്ന് ഒരുപക്ഷെ പുറത്താവാൻ സാധ്യതയുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ കർഷകരായിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രി സ്റ്റോക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കർഷക ID ലഭിക്കും. ഈ IDയുടെ അടിസ്ഥാനത്തിലായിരിക്കും കർഷകർക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ ഒരു രജിസ്ട്രേഷനിൽ കുറേ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. എന്നാൽ കുറേ ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാവാൻ സാധിച്ചിട്ടില്ല. താൽക്കാലികമായി ഈ ഒരു പദ്ധതി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗുണഭോക്താക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്. കരമടച്ച രസീതിൻ്റെ പകർപ്പ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, റേഷൻ കാർഡ്, ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയാണ് രജിസ്ട്രേഷന് വേണ്ട രേഖകൾ. OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ഉൾപ്പെടുന്ന മൊബൈൽ കൂടി കയ്യിൽ കരുതണം. കർഷക ID ഉള്ളവർക്കാണ് ഭാവിയിൽ കർഷക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള മുൻഗണന ലഭിക്കുക. PM കിസാൻ്റെ 23ാമത്തെ ഗഡുവാണ് ഇനി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. ഇത് അടുത്ത മാസം ഏകദേശം അവസാന വാരത്തോടു കൂടി ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതിയിൽ നിന്ന് 35 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ പുറത്തായിട്ടുണ്ട്. അതായത് അനർഹരായിട്ടുള്ള നിരവധി ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പലരും പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. KYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ തീർച്ചയായും ഓരോ ഗുണഭോക്താക്കളും ചെയ്തിരിക്കണം. ഇതോടൊപ്പം തന്നെ അഗ്രി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ID എടുത്തവർക്ക് മാത്രമേ ഇനി PM കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പായി വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ കൃഷിസ്ഥലം പേരിലുണ്ടെങ്കിലും ഒരേ വീട്ടിലെ 2 പേർ ആനുകൂല്യം വാങ്ങുന്നതിനും 2019 കരമടച്ച രസീതിൽ ഒന്നിലധികം പേരുള്ളതുപോലുള്ള മിസ്മാച്ച് മൂലവും പലരും പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പദ്ധതിയിൽ ചേർന്ന കാലത്ത് ആദായ നികുതി അടയ്ക്കാതിരുന്ന പലരും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഏതാനും വർഷം മുതൽ ആദായ നികുതി അടച്ചു തുടങ്ങിയവരിലും കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പുറത്താകും. കിസാൻ നിധിയിൽ പേരുള്ളവർ മാത്രമല്ല, അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ കുടുംബത്തിന് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതല്ല. ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധന കഴിയും വരെ ടെമ്പററി ആനുകൂല്യം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. 2019 ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി വാങ്ങിയ രേഖകൾ നൽകി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം വാങ്ങുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരുടെ രേഖകൾ ഉദ്യോഗസ്ഥർ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ നേരിട്ട് സ്ഥല പരിശോധനയും രേഖാ പരിശോധനയും നടത്തുകയും അനർഹരാണെന്ന് കണ്ടെത്തിയാൽ പുറത്താക്കുകയും ചെയ്യും. പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കാൻ 2 ഹെക്ടർ വരെ എന്ന പരിധി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു. എത്രയധികം ഭൂമിയുള്ളവർക്കും കുറവ് ഭൂമിയുള്ളവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ ഇതിനോടകം തന്നെ തീർത്തും സൗജന്യമായി 44,000-ഓളം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിക്കഴിഞ്ഞു. ഇനി 23ാമത്തെ ഗഡു കൂടി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതോടെ 46,000-ഓളം രൂപയിലേക്ക് ഗുണഭോക്താക്കളുടെ ഈ ഒരു സമ്മാൻ നിധിയുടെ തുക എത്തുന്നതാണ്. അടുത്ത മാസം പകുതിയോട് കൂടിയാണ് ഈ ഒരു തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.